വിശ്വാസമില്ല, അയ്യപ്പ വിശ്വാസികളോടും താല്പര്യമില്ല. പക്ഷേ ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, 6 മാസമായി ശബരിമല സ്വർണ്ണ കൊള്ളയെ കുറിച്ച് വാർത്ത വന്നിട്ട് എത്ര കിലോഗ്രാം സ്വർണമാണ് ഇവർ കൊള്ളയടിച്ചത്? ധർമ്മശാസ്ത്ര അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ തയ്യാറാകാത്ത, കൈയും കെട്ടി നിന്ന മന്ത്രിമംഗളന്മാരാണ് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ ഉപയോഗിക്കുന്ന സ്വർണങ്ങള് കവർച്ച ചെയ്യാൻ കൂട്ടുന്നത്. ഞാൻ നോക്കുന്ന വിചിത്രം, എത്ര ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. തെളിവുകളൊന്നാൽ പുറത്തു വന്നപ്പോ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ എത്ര കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടത് എന്ന്, കൊള്ളയടിച്ചത് എന്നുള്ള കണക്ക് മൊത്തമായി പുറത്തു വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്ന എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് മോഷ്ടിച്ചത്. അത് ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലായാലും ശരി, അത് കട്ടിലപ്പാളിയുടെ കാര്യത്തിലായാലും മറ്റേതിന്റെ കാര്യത്തിലായാലും ശരി, ഇപ്പൊ 450 കിലോ 550 കിലോ 1000 കിലോ എന്നൊക്കെ വരുമെന്നാ പറയുന്നത്. മാത്രമല്ല, ഈ കട്ടിലപ്പാളിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും മാത്രമല്ല, ഇപ്പൊ പറയുന്നത് അവിടുത്തെ കൊടിമര നിർമ്മാണത്തിന്, കൊടിമരത്തിന് പോലും ഇവർ കൊള്ളയടിച്ചു എന്ന കൊടിമര നിർമ്മാണത്തിന്. നോക്കണം നിങ്ങൾ. അതിലാരൊക്കെ ഇപ്പൊ 2 പേര് അറസ്റ്റ് ചെയ്തവരാര്? CPM-ന്റെ, നമ്മുടെ സൂരജിന്റെ ജില്ലയിലെ CPM നേതാവായിട്ടുള്ള പത്മകുമാർ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ അകത്ത. അതുപോലെ തന്നെ മറ്റൊരു വാസു അകത്ത. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി, നേരിട്ട് എല്ലാ തെളിവുകളും അടിസ്ഥാനത്തിൽ ജയിലടക്കപ്പെട്ട ഈ 2 പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഇതുവരെ CPM ഒരച്ചടക്ക നടപടിയെടുത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തിയില്ല. അതിന്റെ അർത്ഥം എന്താ? പാർട്ടിയുടെ അറിവോടും അനുമാനത്തോടും കൂടിയാണ് ശബരിമലയിലെ സ്വർണം CPM നേതൃത്വം കൊള്ളയടിച്ചത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ? സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പറയും, എന്തെങ്കിലും ആരോപണം വന്നാൽ ഞങ്ങൾ അന്വേഷിക്കും, നടപടിയെടുക്കും, ശിക്ഷിക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏരിയയിൽ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ലോക്കലിലേക്ക് അവരുടെ ശിക്ഷ. എന്നാൽ അങ്ങനെയെങ്കിലും ശിക്ഷ ഈ പത്മകുമാറിനും വാസുവിനും കൊടുക്കാൻ എന്തുകൊണ്ടാണ് CPM നേതൃത്വം തയ്യാറാകാതിരുന്നത്?